യുവമി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. 18 വയസ്സ് തികഞ്ഞ ആർക്കും പുതിയ ഒരു വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ 2024 ഇലക്ഷന് മുന്നോടിയായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതുവരേക്കും നിങ്ങൾ പുതിയൊരു വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്. വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ സ്വന്തമായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലിരുന്ന് പുതിയ ഒരു വോട്ടർ ഐ ഡിക്ക് നിങ്ങൾക്ക് സ്വയം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിലേ ഒന്നും വരുത്താതെ വീഡിയോയിലേക്ക് കടക്കാം. പുതിയ വോട്ടർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ voters.eci.gov.in എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിനകത്ത് കയറിയിട്ടാണ് നമ്മൾ പുതിയ വോട്ടേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു സൈറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിവിടെ സൈനപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സൈനപ്പ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു സൈറ്റിലേക്ക് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്കിതിലേക്ക് സൈനപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നൽകണം. എന്നതിന് ശേഷം താഴെയുള്ള ക്യാപ്ച എൻ്റർ ചെയ്ത് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടത്. ഈ സൈനപ്പ് ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നൽകണം. നിങ്ങളിവിടെ ഫസ്റ്റ് നെയിം നൽകണം, അതുപോലെ പാസ്വേഡ് നൽകണം. ലാസ്റ്റ് നെയിം ഇവിടെ മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് അത് നൽകേണ്ടതില്ല. ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. എന്നിട്ട് കൺഫേം എന്ന് പറയുന്ന പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം റിക്വസ്റ്റ് OTP എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP റിസീവ് ചെയ്യുന്നതാണ്. OTP കറക്റ്റ് നോക്കി എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിട്ട് വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന പാസ്വേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് നൽകിയ ശേഷം നിങ്ങൾ ഇവിടെ താഴെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് നൽകുക. നിങ്ങൾ വീണ്ടും റിക്വസ്റ്റ് OTP എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാകും താഴത്ത്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വീണ്ടും ഒരു OTP റിസീവ് ചെയ്യുന്നതാണ്. ആ OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. എന്നിട്ട് വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിലേക്ക് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് എല്ലാം നൽകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൈറ്റിലേക്ക് ലോഗിൻ ആകുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഇവിടെ പുതിയ വോട്ടർ ഐ ഡിക്കാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ എലക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. ഈ ഫോം ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫിൽ ഫോം 6 എന്ന് പറയുന്ന ഈ ഒരു പച്ച ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്പർ ആൻഡ് നെയിം ഓഫ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് കാണിക്കുന്നുണ്ട്. നിയോജക മണ്ഡലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൻ്റെ പേര് ഇവിടെ സെലക്ട് ചെയ്ത് നൽകുക. അപ്പോൾ അതിൻ്റെ നമ്പർ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഇത് സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴത്തുള്ള ഇതിലേക്ക് ഈ സർനെയിം ഉണ്ടെങ്കിൽ സർനെയിം നൽകുക. അല്ലെങ്കിൽ താഴത്തുള്ള ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന നെയിം, മലയാളത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ പേര് വരിക ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇതിൽ എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കറക്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള കീബോർഡ് സെലക്ട് ചെയ്യുക. കറക്റ്റായിട്ടുള്ളത് ഏതാണോ അവിടെ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ നെയിം മലയാളത്തിലുള്ളത് കറക്റ്റ് നോക്കിയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കീബോർഡ് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിവിടെ ബ്രൗസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അവിടെയാണ് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 4.5 സെൻറ്റിമീറ്റർ × 3.5 സെൻറ്റിമീറ്റർ, 2.5 സെൻറ്റിമീറ്റർ നീളവും 3.5 സെൻറ്റിമീറ്റർ വീതിയിലും ഉള്ള ആ ഒരു ഡയമെൻഷനിൽ വേണം നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട്.
അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ 2 MB കൂടാനായിട്ട് പാടില്ല. ഓക്കെ, ഡോക്യുമെൻറ്റ് സൈസ് മാക്സിമം 2 MB പാടുള്ളൂ, അത് JPG ഫോർമാറ്റിലേ പാടുള്ളൂ എന്നുള്ളതുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ബ്രൗസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ എവിടെയാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോ നിങ്ങൾക്കിവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അത് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കത് സൂം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ JPG ഫോർമാറ്റുള്ള ഇതിപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഹ്യൂമൻ ഫേസ് ഡിറ്റക്റ്റഡ് സക്സസ്ഫുള്ളി കറക്റ്റ്ലി ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകേണ്ടതാണ്. അതിനുവേണ്ടി നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫാദർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മദർ ഡീറ്റെയിൽസ്, ഹസ്ബൻഡ് വൈഫ് ഡീറ്റെയിൽസ്, ലീഗൽ ഗാർഡിയൻ ഇൻ കേസ് ഓഫ് ഓർഫൻ ഓർ തേർഡ് ജെൻഡർ, ഓർഫൻ ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ ഗാർഡിയൻ്റെ അഡ്രസ്സ്, ഇത്രയും പേരുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്, പേരും സർനെയിമും ഇതൊക്കെയാണ് ഇവിടെ നൽകാനായിട്ടുള്ളത്. റിലേറ്റീവ്സ് ആയിട്ടുള്ളത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേറ്റീവിൻ്റെ നെയിം നിങ്ങൾക്ക് ആർത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് ഇംഗ്ലീഷിലുള്ള ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മലയാളത്തിലുള്ളത് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലുള്ളത് ഓൾറെഡി കൺവേർട്ട് ചെയ്ത് വരുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അടുത്തതായിട്ട് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ സെൽഫ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. ശേഷം നിങ്ങൾക്ക് ഇമെയിൽ ID ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ ID സെൽഫ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ID എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID തന്നെ നൽകാനായിട്ട് ശ്രമിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നൽകാനുള്ളത് ആധാർ ഡീറ്റെയിൽസ് ആണ്. ആധാർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആധാർ ഡീറ്റെയിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആധാർ സെലക്ട് ചെയ്യാം. ആധാർ ഇല്ല, നിങ്ങൾക്ക് ആധാർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് ഏബിൾ ടു ഫർണിഷ് മൈ ആധാർ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു റേഡിയോ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആധാർ നമ്പർ ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആധാർ നമ്പർ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകും. നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. എന്നിട്ട് നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജെൻഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് നൽകുക. അടുത്തായിട്ട് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ഏജിനെ തെളിയിക്കുന്ന രേഖകൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡോക്യുമെൻറ്റ് ഫോർ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി അതല്ല ആധാർ, പാൻ കാർഡ്, പാസ്പോർട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് ഇതുപോലത്തെ എന്തെങ്കിലും രേഖകളാണ് നിങ്ങൾക്ക് ഏജിനെ തെളിയിക്കുന്നതായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി അതർ ഡോക്യുമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഡോക്യുമെൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ടൈപ്പ് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ഡോക്യുമെൻറ്റ് ഫോർ പ്രൂഫ് എന്ന് പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി ബ്രൗസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മാക്സിമം 2 MB സൈസേ പാടുകയുള്ളൂ. JPG അല്ലെങ്കിൽ PNG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലാണ് ആ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രസൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. പ്രസൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹൗസ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. ഹൗസ് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സ്ട്രീറ്റ്, ഏരിയ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങൾ ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ താഴത്തുള്ള കോളത്തിൽ മലയാളം വരുന്നതാണ്. നിങ്ങൾക്ക് മലയാളത്തിലുള്ള നെയിമിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോക്കിയിട്ട് കറക്റ്റ് ടൈപ്പ് ചെയ്ത് വിടാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഓഫീസ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. നിങ്ങളുടെ പിൻകോഡ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിൻകോഡ് എൻ്റർ ചെയ്ത് നൽകുക. നിങ്ങളുടെ താലൂക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തഹസിൽ, താലൂക്ക് ഓർ മണ്ഡൽ ഇവിടെ താലൂക്ക്, നിങ്ങളുടെ താലൂക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താലൂക്ക് എൻ്റർ ചെയ്ത് നൽകുക. മലയാളത്തിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന താലൂക്ക് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇംഗ്ലീഷ് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് കീബോർഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കറക്റ്റ് നോക്കിയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡിസ്ട്രിക്റ്റ് വീണ്ടും സെലക്ട് ചെയ്യാം.
അതിന് കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് കേരള ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാകും. നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തായിട്ട് നമ്മൾ നൽകേണ്ടതെന്ന് പറയുന്നത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് അഡ്രസ് പ്രൂഫാണ്. അഡ്രസ് പ്രൂഫിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ്. ആരുത് ഒന്നെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നൽകണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അഡ്രസ്സിൽ വൈഫാണ് നൽകുന്നതെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ അഡ്രസ്സിൻ്റെ ഒരു പ്രൂഫ്, അതിൽ ആ ഒരു പ്രൂഫിൽ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. ആ ഒരു കോപ്പിയാണ് നിങ്ങളിവിടെ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്യുമെൻ്റ് ഓഫ് പ്രൂഫ് ഓഫ് റെസിഡൻസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇനി അതർ ഡോക്യുമെൻ്റ് ഓഫ് പ്രൂഫ് ഓഫ് റെസിഡൻസിനെ തെളിയിക്കുന്ന ഒരു രേഖയാണ് ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത്, അഡ്രസ്സ് തെളിയിക്കുന്ന രേഖ. സെലക്ട് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും രേഖകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വാട്ടർ കണക്ഷൻ ബില്ലാവാം ഫോർ ദാറ്റ് അഡ്രസ്, ആ അഡ്രസ്സിലുള്ള വാട്ടർ കണക്ഷൻ ബില്ലാവാം. അറ്റ്ലീസ്റ്റ് 1 ഇയർ എങ്കിലും അവിടെ ആ ഒരു വാട്ടർ കണക്ഷൻ ബില്ലിലെ അഡ്രസ്സിൽ സർവീസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അല്ലെങ്കിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്യാം, ഇന്ത്യൻ പാസ്പോർട്ട് സെലക്ട് ചെയ്യാം, പാസ്ബുക്ക് സെലക്ട് ചെയ്യാം, കറണ്ട് പാസ്ബുക്ക്, നാഷണൽ സ്റ്റേറ്റ് ബാങ്കിലുള്ള പാസ്ബുക്ക് സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് 2 ലീസ് ഡീഡ് ഉണ്ടെങ്കിൽ 2 ലീസ് ഡീഡ് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് സെയിൽ ഡീഡ്, എന്തെങ്കിലും സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ ആ വീടിൻ്റെ രജിസ്റ്റേർഡ് സെയിൽ ഡീഡ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിവിടെ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആ ആധാർ കാർഡ് നിങ്ങൾക്കിവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആധാർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതായത് നമുക്ക് ചെയ്യാനുള്ളത് കാറ്റഗറി ഓഫ് ഡിസബിലിറ്റി ആണ്, ഇഫ് എനി ഓപ്ഷണൽ. അതായത് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിസബിലിറ്റീസുകൾ രേഖപ്പെടുത്താനായിട്ടുള്ള എന്തെങ്കിലും വിഷ്വലി, അത് കാഴ്ചക്കോ അല്ലെങ്കിൽ കേൾവിക്കോ അതല്ലെങ്കിൽ മറ്റു വൈകല്യങ്ങൾ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ എനിക്ക് ഡിസബിലിറ്റീസ് ഒന്നും ആഡ് ചെയ്യാനായിട്ടില്ലാത്തതുകൊണ്ട് ഞാനിതിവിടെ ബ്ലാങ്ക് ആയിട്ട് വിടുകയാണ്. എത്ര പെർസെൻറ്റേജ് ഡിസബിലിറ്റി ആണ്, അതുപോലെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഡിസബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ വോട്ടർ ഐ ഡിക്ക്, അതായത് ഇലക്ഷൻ ഓൾറെഡി എൻറോൾ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, അത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ ഫാമിലി മെമ്പറിൽ, നിങ്ങളുടെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഏത് വ്യക്തിക്കാണ് നിങ്ങളുമായിട്ട് ബന്ധമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യാനായിട്ടുള്ളത്. അവരുടെ നെയിം എൻ്റർ ചെയ്യുക. ആ ഒരു ഫാമിലി മെമ്പർ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എപ്പിക് നമ്പർ, അതായത് ഓൾറെഡി ഇലക്ഷനിൽ ഉള്ള ആളാണ്, എൻറോൾ ചെയ്തിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഇലക്ഷൻ ID നമ്പർ ഉണ്ടാകും. ആ ID നമ്പറാണ് ഇവിടെ ചോദിക്കുന്നത്. ID നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. അത് നൽകി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഡിക്ലറേഷൻ എന്ന് പറയുന്ന അവസാന സ്റ്റെപ്പാണ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത് നമ്മളിവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റാണ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഇതുവരെ റിസൈഡ് ചെയ്തിരിക്കുന്ന, അതായത് നിങ്ങളുടെ ബർത്ത് പ്ലേസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ജനിച്ചിട്ടുള്ളത് ഏത് വില്ലേജിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വില്ലേജ് നൽകുക. ആ ഒരു ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ പുതിയതായിട്ട് നൽകിയിരിക്കുന്ന അഡ്രസ്സ്, അത് ഹസ്ബൻഡിൻ്റെ അഡ്രസ്സായിരിക്കും. ആ ഹസ്ബൻഡിൻ്റെ അഡ്രസ്സിൽ റിസൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്, താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി, ഏത് മാസം മുതലാണ്, ഏത് വർഷം മുതലാണ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തുമായി തെളിയിക്കുന്ന മറ്റ് രേഖകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്പേസിൽ കൊടുക്കാവുന്നതാണ്. എനിക്ക് ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം നൽകാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ബ്ലാങ്ക് ആക്കി ഇടുകയാണ്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ ആ പ്ലേസ് ഏതാ നൽകുക. അതിനുശേഷം ഡേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഒരു ക്യാപ്ച കാണാം. ആ ഒരു ക്യാപ്ച എൻ്റർ ചെയ്ത് നൽകുകയാണ് വേണ്ടത്. ആ ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് സെൻഡ് OTP എന്ന് പറഞ്ഞ് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫോണിലേക്ക് ഒരു OTP, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP നൽകി കഴിഞ്ഞതിന് ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഇലക്ഷൻ കൊടുത്തിരിക്കുന്ന ഒരു ഫോമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നൽകിയിരിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ
കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ നൽകണമെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ നൽകി അത് മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ കീപ്പ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് ഒരു അലേർട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കിതിൽ എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ല എന്ന് കൺഫേം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ പുതിയ വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പുതിയ വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു വോട്ടർ ഐ ഡിയുടെ റെഫറൻസ് നമ്പർ ഇതാണ്. ഈ റെഫറൻസ് നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടർ ഐ ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിയാനായിട്ട് ഈ ഒരു ഐ ഡി നിങ്ങൾ സേവ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ്, നമ്മളിപ്പോൾ നൽകിയിരിക്കുന്ന അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആയി കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ പ്രോസസ്സും ചെയ്ത് കഴിഞ്ഞു. പുതിയൊരു വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെയാണ് നിങ്ങൾ ഒരു വോട്ടർ ഐ ഡിക്ക് പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വോട്ടർ ഐ ഡിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.